നമസ്കാരം. ഞാൻ മലയാളി വിഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ബിജു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കന്നി അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡായിരുന്നു. ഗൈഡെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു 10-18 വർഷക്കാലം ശബരിമല ദർശനം നടത്തിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്നും എൻ്റെ അറിവുകളിൽ നിന്നും ഉണ്ടായ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ തവണ ഞാൻ ചെയ്തത്. അതിൽ ഞാൻ പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ എൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ഒരു ശബരിമല ദർശന സമയത്തെ ഒരു അനുഭവമാണ്. 30 വർഷത്തിന് മുമ്പുള്ളൊരു അനുഭവമാണ്. 30 വർഷം മുമ്പ് ഒരിക്കൽ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു. ശബരിമലയിൽ തനിച്ച് പോകുക എന്നുള്ളൊരു തീരുമാനമാണ് അന്നെടുത്തത്. അപ്പോൾ അത്രയും കാലം ആ ഒരു 10-18 വർഷക്കാലം ഞാൻ എൻ്റെ കൂട്ടുകാരോടോ അല്ലാതെ ബന്ധുക്കളോടൊക്കെയാണ് ശബരിമല ദർശനം നടത്തിയിരുന്നത്. ആദ്യമായി പോയത് 17-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം ശബരിമല ദർശനം നടത്തിയിരുന്നത്. അന്നൊക്കെ കൂടെ വന്നിരുന്നത് പ്രായമുള്ളവരും ഗുരുസ്വാമിമാരുമായിരുന്നു. ഗുരുസ്വാമിമാരെന്ന് പറഞ്ഞാൽ 18 മല ചവിട്ടി അവിടെ തെങ്ങിൻ തൈ വയ്ക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ അങ്ങനെ ആ 18 മല ചവിട്ടിയവരെയാണ് ഗുരുസ്വാമിമാരെന്ന് പറയുന്നത്. അവരാണ് കന്നി അയ്യപ്പന്മാർക്കും മറ്റ് അയ്യപ്പന്മാർക്കെല്ലാം ഇരുമുടിക്കെട്ട് നിറച്ച് കൊടുക്കുന്നത്. അത് കെട്ട് നിറയ്ക്കലെന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവ സമ്പന്നര കൂടെയാണ് ഞാൻ അത്രയും കാലം ശബരിമല പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നൊക്കെ എനിക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ കൂട്ടുകാരുമായിട്ട് ഒത്തൊക്കെ പോയിരുന്നു. പക്ഷെ അന്നെല്ലാം ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഈ വരുന്ന പലരും വളരെ തിടുക്കമുള്ളവരായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്ത് കാലിൻ്റെ ഭംഗിയെ കണ്ട് മലയ്ക്ക് പോകുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ ഈ വരുന്നവരെല്ലാം നമ്മൾ വിശ്രമിച്ചാൽ, ഒരു പക്ഷേ കുറച്ച് നടന്നിട്ട് വിശ്രമിച്ചാൽ നമ്മളെ കളിയാക്കുന്ന പതിവും ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് അതൊട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും ഞാനൊരു തീരുമാനമെടുത്തു. അതൊരു 91-92 സമയത്ത് മറ്റോ ആണെന്ന് തോന്നുന്നു. 95 മുമ്പുള്ളൊരു സമയം. ആ ഒരു ശബരിമലക്കാലത്ത് ഞാൻ തനിച്ച് പോകാനുള്ള ഒരു തീരുമാനമെടുത്തു. എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് തനിച്ച് പോകാനുള്ളൊരു തീരുമാനമെടുത്തു. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കടുങ്കൈ വേണമെന്ന് പറയാം. കടുങ്കൈ ആയിപ്പോയത് ശയനപ്രദക്ഷിണം ചെയ്യാമെന്നുള്ള ഒരു നേർച്ച ഇവിടെ ചെയ്തു. അങ്ങനെ ഞാൻ ശബരിമല പമ്പയിലെത്തി. പക്ഷെ ഈ യാത്രക്കിടയിലെല്ലാം എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ശബരിമല ദർശനം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ കൂടെ ശയനപ്രദക്ഷിണം. എന്നാലും മനസ്സിലൊരു തോന്നൽ, ആരെങ്കിലുമൊക്കെ എന്നെ ആ സമയത്ത് ചിലപ്പോൾ സഹായിക്കാൻ ഉണ്ടായേക്കാം. അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും അപ്രതീക്ഷിതമായി എന്നെ സഹായിക്കാൻ ഉണ്ടാകുമെന്നൊക്കെ ഒരു തോന്നലും ഉണ്ടായിരുന്നു. എന്നാലും ആ തോന്നൽ അത്ര ബലപ്പെട്ടതുമില്ല. അങ്ങനെ ആശങ്കയോടെ ഞാൻ പമ്പയിലെത്തി. അങ്ങനെ പമ്പയിൽ കുളി കഴിഞ്ഞ് പമ്പ ഗണപതി കോവിലിലേക്ക് യാത്ര പോവുകയും ചെയ്തു. അപ്പോൾ പമ്പ ഗണപതി നടയിലേക്ക് പോകുന്ന യാത്രയിൽ ഒരാൾ എന്നെ പിറകിൽ നിന്ന് വിളിച്ചു. അപ്പോൾ സ്വാമി എന്നാണ് വിളിച്ചത്. കാര്യം ശബരിമല പോകുന്നവർ പരസ്പരം എല്ലാവരും സ്വാമിമാരെന്നാണ് സംബോധന ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിന്നപ്പോൾ ഒരാൾ അന്നൊരു 25-28 വയസ്സ് പ്രായം വരുന്ന ഒരാൾ, ഒരു സുമുഖനായ യുവാവ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ നിന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സ്വാമി ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒറ്റയ്ക്കാണ്, നമുക്ക് ഒരുമിച്ച് പോകുന്നുണ്ട്. ഒരുമിച്ച് പോകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല, ഞാനും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പമ്പ ഗണപതി കോവിലിൽ പോയി ദർശനം നടത്തുകയും അവിടെ തേങ്ങ ഉടയ്ക്കുകയും അവിടെയുള്ള തന്നെ മറ്റ് പ്രതിഷ്ഠകൾ ഉണ്ട്. അവിടെ ശ്രീരാമൻ, ശ്രീ പാർവതി, ഹനുമാൻ, നാഗക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് ദർശനത്തിന് ശേഷം അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിശ്രമിച്ചു വെള്ളമൊക്കെ കുടിച്ചിട്ട് മല ചവിട്ടാൻ വേണ്ടി തുടങ്ങി.
കുറച്ച് ദൂരം വരുന്ന സ്ഥലമാണ്. അങ്ങനെ കുറച്ച് നടക്കുകയും, അപ്പോൾ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഈ ദേവസ്വം ഗാർഡ്സിൻ്റെ ഒരു റൂമുണ്ട്. അവിടെ മുതൽ ഏകദേശം പാത രണ്ടായിട്ട് പോകും. ഒന്ന് നീലിമല പാതയും ഒന്ന് ശ്രീ അയ്യപ്പൻ റോഡ് എന്ന് പറഞ്ഞൊരു, പിന്നീട് അത് പണ്ടുണ്ടായിരുന്നതല്ല, ഒരു 75 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച പാതയാണ് അത്. ആ കാലത്ത് ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ, പഴയ കാലത്ത് നീല പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. അതിൻ്റെ വരുമാനം കൊണ്ട് അതിൻ്റെ നിർമ്മാതാവായ ശ്രീ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച് നൽകിയ റോഡാണ് ശ്രീ അയ്യപ്പൻ റോഡ്. അതുവഴിയാണ് ഈ ട്രാക്ടറുകളും മറ്റ് ശബരിമല ആവശ്യത്തിനുള്ള സാധനങ്ങളെ കൊണ്ടുപോകുന്ന, കഴുതയുടെ പുറത്തുമൊക്കെ കൊണ്ടുപോകുന്ന ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച റോഡായിരുന്നത്. പിന്നീട് അത് ശബരിമല പോകുന്ന ഭക്തർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് നീലിമല പാതയാണ്. തിരിച്ചു വരുമ്പോൾ അയ്യപ്പൻ റോഡ് വഴി വരും. കാര്യം ഈ രണ്ട് റോഡുകളും വെച്ച് നോക്കുമ്പോൾ ഈ ശബരിമല റോഡ് കുറച്ചുകൂടി ദൂരം കൂടുതലുണ്ടായിരുന്നു, ഈ അയ്യപ്പൻ റോഡ്. അപ്പോൾ ഞങ്ങൾ നീലിമല പാതയിലൂടെ യാത്ര തിരിച്ചു. യാത്ര തിരിച്ച കൂട്ടത്തിൽ കൂടുതൽ പരിചയപ്പെട്ടു. അദ്ദേഹം ദുബൈയിൽ നിന്ന് വരികയും ഈ ഒരു ആവശ്യത്തിനായിട്ട് ദുബൈയിൽ നിന്ന് ലീവ് എടുത്ത് വരികയാണല്ലോ. ഇപ്പോൾ ഈ ദർശനം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ മടങ്ങി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെ പരിചയപ്പെടുത്തി ഞങ്ങൾ യാത്ര തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ വിശ്രമിക്കുകയും പിന്നെ യാത്ര തുടർന്ന് പോകും. അങ്ങനെയാണ് സാധാരണഗതിയിൽ പോകുന്നത്. നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം കയറ്റം ആണ് കൂടുതലും ഉള്ളത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആദ്യമായിട്ട് വരുന്ന മാത്രമല്ല, എനിക്ക് ഒരു നേർച്ച കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ശയനപ്രദക്ഷിണം ചെയ്യാനും കൂടിയാണ് ഞാൻ വരുന്നത്. പക്ഷേ ഈ ഒറ്റയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആശങ്കയോടെയാണ് ഞാൻ വരുന്നത്. എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത്. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. കാരണം ഞാനും അത് ആഗ്രഹിച്ചാണ് ആ നേർച്ചയോടെയാണ് വരുന്നത്. ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഉണ്ടാവുമെന്ന് ഉള്ള ഒരു ആശങ്കയിലായിരുന്നു ഞാൻ. അത് വളരെ ഒരു അത്ഭുതത്തോടെയാണ് ഞാനത് കേട്ടത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തത് ഇതൊരു വല്ലാത്ത കോയിൻസിഡൻസ് ആണ്. ഞാനും ഇതേ ആഗ്രഹത്തോടെയാണ് ഞാൻ മല ചവിട്ടാൻ വരുന്നത്, അത്തവണ വന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആശ്വാസമായി. പോകുന്ന കൂട്ടത്തിൽ പിന്നെയും ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അദ്ദേഹവും എന്നോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ അത്രയും സമയം നമ്മൾ പരസ്പരം പേര് പോലും ചോദിച്ചില്ല. കാരണം ശബരിമല ദർശനത്തിന് പോകുന്നവർ പരസ്പരം സ്വാമിമാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാമിയാണ്. പ്രായത്തിൽ കുറഞ്ഞവരെ ചിന്ന സ്വാമിയെന്നും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ മളിയപ്പുറം എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇനി മുതൽ ഞാൻ അദ്ദേഹത്തെ ചിന്നസ്വാമി എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയാം. അതായിരിക്കും നല്ല. എന്നെക്കാൾ ഏതാണ്ട് ഒരു 10 വയസ്സിന് പ്രായക്കുറവുള്ള ആളായതിനാൽ അദ്ദേഹം ഒരു ചിന്നസ്വാമിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ചിന്നസ്വാമിയായിരുന്നു. അങ്ങനെ ഞാനും ആ ചിന്നസ്വാമിയും കൂടി സന്നിധാനത്തിലെത്തുകയും അവിടെ, അപ്പോൾ ഞാൻ അത്രയും കാലം പോയപ്പോൾ പലപ്പോഴും ഞാൻ അവിടെ ഈ തിരുക്കം കൂട്ടിയ ആൾക്കാരോട് കൂടെ പോകുന്നതുകൊണ്ട് ആ പോയ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ 18-ാം പടി കയറുകയും പെട്ടെന്ന് തന്നെ നെയ്ത്തേങ്ങ ഉടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അരവണ പായസം വാങ്ങി പെട്ടെന്ന് മടങ്ങി വരുന്ന ഒരു ശീലമായിരുന്നു അത്രയും കാലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശബരിമല ദർശനമൊന്നും അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആദ്യകാലത്ത് തുടക്കകാലത്ത് പോയപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും പിന്നീടുള്ള കാലങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അദ്ദേഹം ചിന്നസ്വാമി തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ വന്ന് ക്ഷീണിച്ച് വരുന്ന ആ സമയത്ത് അങ്ങനെ പോയി അയ്യപ്പനെ കാണണ്ട, നമുക്കിവിടെ റൂമെടുത്ത് ഫ്രഷായിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യേണ്ടതാണ്. വന്ന വേഷത്തിൽ മുഷിഞ്ഞ വേഷത്തിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പില്ല. അങ്ങനെ ഞങ്ങൾ സന്നിധാനത്തെത്തുകയും റൂമെടുത്ത് ഫ്രഷായിട്ടാണ് പിന്നെ ദർശനത്തിനായിട്ട് പുറപ്പെട്ടത്. അന്ന് ആ കാലത്ത് അത്ര വലിയ തിരക്കില്ലായിരുന്നു. ഈ ഫ്ലൈ ഓവർ തന്നെ അവിടെ ഉണ്ടായിരുന്ന സംശയമുണ്ട്. കാരണം ഞങ്ങൾ പോയ ദിവസം അത്ര വലിയ തിരക്കില്ലാത്തൊരു സമയമായിരുന്നു.
മണ്ഡലക്കാലമാണ്, എന്നാലും വലിയ തിരക്കില്ലാത്തൊരു സമയമായിരുന്നു. അങ്ങനെ നന്നായിട്ട് ദർശനം കാണുകയും അയ്യപ്പസ്വാമിയെ കൺകുളരെ തൊഴുവാനും പറ്റി. ഒരുപാട് സമയം ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് തൊഴാനുള്ളൊരവസരം ഉണ്ടായി. ദീപാരാധന സമയം നന്നായിട്ട് കണ്ടതിന് ശേഷം ദീപാരാധനയ്ക്കും പിന്നീട് ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന 11 മണിക്ക് അടയ്ക്കും. അതിനിടയിലുള്ള ഒരു സമയമാണ് ശയനപ്രദക്ഷിണം ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അതാണ് എൻ്റെ ഓർമ്മ, അതാണ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങനെ ആദ്യം ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യുക, അദ്ദേഹം എന്നെ സഹായിക്കുകയും അതിനുശേഷം അദ്ദേഹം ചെയ്തപ്പോൾ ഞാനും സഹായിച്ചു. ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാർ വളരെ അയ്യപ്പന്മാർ വളരെ അനുഭാവപൂർവമായിട്ടാണ് കാണുന്നത്. അവർ എന്നെ സഹായിക്കണം. അന്ന് എന്നെ ഈ ചിന്നസ്വാമി മാത്രമല്ല, കുറേ അയ്യപ്പന്മാർ എന്നെ സഹായിച്ചു. നമ്മുടെ ശിരസിൻ്റെ ഭാഗത്തും കാൽക്കലിൽ നിന്ന് വരുന്നവരെ വാങ്ങി മാറ്റി ശയനപ്രദക്ഷിണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വരികയും പിറ്റേ ദിവസം രാവിലെ 18-ാം പടിക്ക് താഴെ നിന്ന് തൊഴുതു. കാരണം പിന്നെ നമ്മളൊന്നുകൂടെ പടി കയറി പോയി തൊഴാനുള്ള അവസരമില്ല. കാര്യം ഇരുമുടിക്കെട്ടുണ്ടെങ്കിലേ പടി കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇരുമുടിക്കെട്ട് നമ്മൾ കഴിഞ്ഞ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ പിന്നെ ഇരുമുടിക്കെട്ടില്ല. അപ്പോൾ താഴെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ തിരിക്കുകയും ചെയ്തു. പിന്നെ പമ്പയിലെത്തി അദ്ദേഹത്തിന് പോകാനുള്ള വാഹനത്തിൽ കയറി. ഇതിനിടയിൽ അദ്ദേഹം കോണ്ടാക്ട് നമ്പറൊക്കെ എനിക്ക് തന്നിരുന്നു. പരസ്പരം വിളിക്കാനൊക്കെ സമ്മതിച്ചു. പോയെങ്കിലും പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തോ ഇല്ലയെന്നും എനിക്കറിയില്ല. കാരണം നമ്പറുകളൊക്കെ മാറിയതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വന്നതുമായിരിക്കണം. ഈ ഒരു അനുഭവം എൻ്റെ ശബരിമല ദർശനകാലത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് അയ്യപ്പസ്വാമി തന്നെ നേരിട്ട് എന്നെ സഹായിച്ചെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിപ്പോൾ ഓർക്കാൻ കാരണം പിന്നീട് വന്ന ഈ അടുത്തറങ്ങിയ ഒരു സിനിമ ഉണ്ട്, മാളികപ്പുറം. അതിൽ പറയുന്ന ഇങ്ങനെ ഒരു സ്റ്റോറി, രാഷ്ട്രീയമായിട്ടത് അയ്യപ്പനായിട്ട് ആ കുട്ടി തെറ്റിദ്ധരിക്കുകയും എന്നാൽ അത് ശബരിമലയിൽ ഒരു പോലീസുകാരനായിരുന്നു എന്നുള്ള ഒരു കഥയായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഈ ഒരു സംഭവം ഓർമ്മ വന്നു. ഞാൻ പലരോട് പറയുകയും ചെയ്തു. കാരണം അദ്ദേഹം അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരുന്നു. അത് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. കാരണം അയ്യപ്പൻ അയച്ച ഒരാളാണത്. അത്രയും ഒരു കോയിൻസിഡൻസ് അധികം ഉണ്ടായിരുന്നു. എൻ്റെ അതേ പേരിലുള്ള ഒരാൾ എൻ്റെ അതേ ആവശ്യമായിട്ട് ശബരിമല വരികയും അത്രയും കാലം കാണാത്ത രീതിയിൽ ഞാൻ ശബരിമല ദർശനം കാണാൻ പറ്റി. അതിലുപരി ഹരിവരാസനം, അത് എനിക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഹരിവരാസനം പോലും എനിക്ക് അവിടെ നന്നായിട്ട് നിന്ന് ദർശിക്കാൻ പറ്റിയ ഹരിവരാസന സമയത്ത് ആ യേശുദാസിൻ്റെ വളരെ മനോഹരമായ ഗാനം, അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നട അടയ്ക്കുന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അതിനും സാധ്യമായി. ഇതെൻ്റെ ഒരു പോസിറ്റീവ് അനുഭവമാണ്. ഒരു നെഗറ്റീവ് അനുഭവം കൂടി ഞാൻ ശബരിമല ദർശനമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഈ അനുഭവത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പം അന്നൊരിക്കലും ആ സമയത്ത് ഒരു മണ്ഡല വ്രതക്കാലമാണ്. ആ സമയത്ത് ശബരിമല ദർശനത്തിന് ശബരിമലയ്ക്ക് പോകാൻ എനിക്ക് ഒരു ആഗ്രഹമുള്ള സമയമല്ലായിരുന്നു. കാരണം ശബരിമല പോകാന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണം, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അപ്പോൾ അന്ന് എൻ്റെ ഒരു സുഹൃത്ത്, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് ശബരിമല പോയിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എന്നെ വളരെ നിർബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നാലേ പറ്റൂ, അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ കഴിവതെന്ന് ഒഴിഞ്ഞു. ഇത്തവണ ഞാൻ മാനസികമായി തയ്യാറല്ല, അദ്ദേഹം വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആള് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം പോകുന്നതിൻ്റെ തലേദിവസം വരെ നിർബന്ധിച്ചു. തലേദിവസം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തോളാം. അപ്പോൾ അതുവരെ ഞാൻ വ്രതം പോലും ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നു, മാലയിട്ടതുമില്ല. അതൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു.
വെറുതെ വന്നാലും മതി എന്നൊക്കെ പറഞ്ഞു എന്നെ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുള്ളി ഇത്രയും നിർബന്ധിച്ചാണല്ലോ, ഒരു സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അതിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മാലയിടുകയും കെട്ട് നിറയ്ക്കുകയും ചെയ്തു. കെട്ട് നിറച്ച് ഞങ്ങൾ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒക്കെ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ശബരിമല അങ്ങനെ പോയിട്ടില്ല. വ്രതം നോക്കാതെയും എൻ്റെ മനസ്സിൽ തോന്നി ശബരിമല മാത്രം പോയിട്ടേ ഉള്ളൂ, അല്ലാതെ ആരുടെയും നിർബന്ധം കൊണ്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി പമ്പയിൽ ഞങ്ങൾ എത്തുകയും ചെയ്തു. അപ്പോൾ പമ്പ എത്തിയപ്പോൾ അവരിറങ്ങി എന്നെ വിളിച്ചു. പക്ഷേ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പമ്പയിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. അന്ന് പമ്പയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പമ്പയിൽ പാർക്ക് ചെയ്യുകയും അവരിറങ്ങുകയും ചെയ്തു. എല്ലാവരും ഇറങ്ങി. ആ മൂന്ന് പേര് ഇറങ്ങി എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കാലുകൾ നിശ്ചലമായ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എത്ര കാലെടുത്ത് വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ കഴിയുന്നില്ല. അത്ര ആ രീതിയിൽ കാല് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിയിൽ ഞാൻ ആലോചിച്ചു, പമ്പയിൽ ഇറങ്ങി കുളിച്ചിട്ട് ശബരിമല പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഗണപതി കോവിൽ പോയി തൊഴുത് അവർ വരുന്നവരെ അവിടെ വിശ്രമിക്കാമെന്നൊക്കെയാണ് മനസ്സിൽ കരുതി പോയത്. എന്നാൽ അത് സാധ്യമാവാതെ വന്നു. അപ്പം അത് എനിക്ക് ഈ കാലെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അവർ വിചാരിച്ച് ഞാൻ എൻ്റെ മടി കൊണ്ട് അങ്ങനെ ഞാൻ അഭിനയിക്കുന്നതാണെന്ന് പോലെ അവർ ചിലപ്പോൾ വിചാരിച്ചതാണ്. അപ്പോൾ കുറേയേറെ അവർ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എൻ്റെ കാല് മരവിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേയേറെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടിയിലിരിക്കുകയും പിന്നെ കുറേ മണിക്കൂറുകൾ ഞാനൊന്നും അറിഞ്ഞില്ല. കുറെ കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊരു എൻ്റെ ഈ കാര്യത്തിൽ ശബരിമല ദർശനത്തിൽ നേരത്തെ ഒരു പോസിറ്റീവായി പറഞ്ഞ കാര്യമാണെങ്കിൽ ഇതൊരു നെഗറ്റീവായ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ മാത്രമേ ശബരിമല പോകാൻ പുറപ്പെടാവും. ആരുടെയും നിർബന്ധത്താലോ ഒന്നും നമ്മൾ ശബരിമല പോകാനായിട്ട് തുനിയരുത്. കാരണം അയ്യപ്പൻ അത്രത്തോളം ശക്തിയുള്ള ഒരു ദേവതയാണ്. അത് എൻ്റെ അനുഭവമാണ്. അത് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണ മനസ്സോടെ മാത്രമേ ശബരിമല പോകാനായിട്ട് പുറപ്പെടാവൂ. വ്രതം വേണം. വ്രതം ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമായ കാര്യമൊന്നുമല്ല. അപ്പോൾ കന്യായപ്പന്മാരാകുമ്പോഴത്തേക്ക് 41 ദിവസം വ്രതമൊക്കെ എടുക്കണം. മറ്റുള്ളവരൊക്കെ പിന്നീടുള്ള അവസരങ്ങളിൽ ഈ 41 ദിവസം വ്രതം ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. ചെയ്യാൻ പറ്റും. അങ്ങനെ ആ 41 ദിവസം പൂർണ്ണവ്രതം എടുത്ത് പോകുന്നവർ തന്നെയാണ് കൂടുതൽ. മറ്റ് യുവാക്കളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും. അപ്പോൾ അവർ ഇപ്പോൾ ഒരു 10 ദിവസം വ്രതം എടുക്കുകയാണെങ്കിൽ ആ 10 ദിവസം പൂർണ്ണ വ്രതത്തോടെയും പൂർണ്ണ മനസ്സോടെയും ഈശ്വരഭക്തിയോടെയും ചെയ്തിട്ട് വേണം മലയ്ക്ക് പോകാനായിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ ആദ്യമായി പറഞ്ഞ എൻ്റെ പോസിറ്റീവായ അനുഭവത്തിൽ പ്രധാന ആളായ ചിന്നസ്വാമി, അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം അത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന അനുഭവമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അതുപോലെ സമാനമായ ഇത്തരം അനുഭവങ്ങൾ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുകൂടാതെ ഗുരുവായൂരുമായി തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 1-2 അനുഭവങ്ങൾ കൂടി എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. അത് ഇനി വരുന്ന വീഡിയോകളിൽ മലയാളി വിഷൻ്റെ ഡിവോഷണൽ കോർണറിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഡിവോഷണൽ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നമസ്കാരം.